ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന സ്റ്റോറിയാണ്. എഴുതിയിരിക്കുന്നത് മാർത്ത സെലിനാസ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ഈ ഒരു സ്റ്റോറിയെക്കുറിച്ച് കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഡിസ്കസ് ചെയ്തത് മാർത്ത എന്നൊരു കുട്ടിയെക്കുറിച്ചാണ്. അവൾ 8th സ്റ്റാൻഡേർഡിലാണ്, നന്നായി പഠിക്കുന്നൊരു കുട്ടിയാണ്. മാർത്ത പഠിച്ചിരുന്നത് ടെക്സാസിലെ ഒരു ചെറിയ സ്കൂളിലാണ്. അവിടെ ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു. എല്ലാ കൊല്ലവും 8th ഗ്രേഡ് 8ാം ക്ലാസ് പരീക്ഷാ ഫലം അറിഞ്ഞ് കുട്ടികൾ പോകുന്ന സമയത്ത് ആ കാലയളവിൽ ഏറ്റവും നല്ല ഗ്രേഡ് കിട്ടിയ കുട്ടിക്ക് ഒരു മനോഹരമായിട്ടുള്ള ജാക്കറ്റ് കൊടുക്കുമായിരുന്നു, സ്കോളർഷിപ്പ് ജാക്കറ്റ്. അത് സ്വർണ്ണ നിറത്തിലും പച്ച നിറത്തിലുമായിരുന്നു ആ ജാക്കറ്റ്. മുമ്പിൽ ഇടതുഭാഗത്ത് സ്വർണ്ണലിപിയിൽ എസ് എന്ന് എഴുതിയിരിക്കും. പോക്കറ്റിന് മുകളിലായിട്ട് സ്വർണ്ണലിപികളിൽ ആ ലഭിക്കുന്ന ആളുടെ പേരും എഴുതിയിരിക്കും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാർത്തയുടെ ചേച്ചി റോസയ്ക്കാണ് ആ ജാക്കറ്റ് കിട്ടിയിരുന്നത്. മാർത്ത ഇപ്പോൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ തനിക്കും ആ ജാക്കറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് മാർത്ത. മാർത്തയെ വളർത്തിയത് മാർത്തയുടെ മുത്തച്ഛനും മുത്തശ്ശിയുമാണ്. കാരണം മാർത്തയുടെ പേരൻസിന് അവരെ നോക്കാനുള്ള കഴിവില്ലായിരുന്നു. സ്കൂളിലെ സ്പോർട്സിലൊന്നും അവർ പങ്കെടുത്തിരുന്നില്ല, കാരണം അവിടെ ധാരാളം ഫീസുകളൊക്കെ കൊടുക്കണമായിരുന്നു. മാർത്ത തീരെ തടിയില്ലാത്ത കുട്ടിയാണ്. പെൻസിൽ പോലെയാണ് അവളെ കാണാൻ. അതേപോലെ തന്നെ അവളെ എല്ലാവരും ബീൻ പോൾ എന്നും സ്ട്രിങ് ബീൻ എന്നും എല്ലാമാണ് വിളിച്ചിരുന്നത്. അവൾ ഒരു ദിവസം തൻ്റെ PE ഷോർട്സ് തൻ്റെ ബാഗിൽ വെച്ച് മറക്കുകയാണ്. അതെടുക്കാൻ വേണ്ടി അവൾ ക്ലാസ്സിലേക്ക് തിരിച്ചുപോയി. അവിടെ അവളുടെ 2 ടീച്ചേഴ്സ് തമ്മിലുള്ള ആർഗ്യുമെൻറ്റ്സ് മാർത്ത കേൾക്കാൻ ഇടവരികയാണ് ചെയ്യുന്നത്. അവർ മാർത്തയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നത്. അവരുടെ തർക്ക വിഷയം മാർത്ത തന്നെയായിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങൾ മാർത്തയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മിസ്റ്റർ ബൂണും മിസ്റ്റർ സ്മിത്തും തമ്മിലായിരുന്നു തർക്കം. മിസ്റ്റർ ബൂൺ വേറൊരാൾക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ മിസ്റ്റർ സ്മിത്ത് അതിൻ്റെ അർഹത മാർത്തയ്ക്കാണെന്നുമാണ് പറയുന്നത്. അവരുടെ തർക്കം കേട്ടപ്പോൾ മാർത്തയ്ക്ക് വളരെ ഷോക്കായിപ്പോയി. പിന്നീട് നടന്നതൊന്നും അവൾക്ക് ശരിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അവൾ വളരെ ദുഃഖിച്ചിട്ടാണ് വീട്ടിൽ പോയത്. മുത്തശ്ശി തൻ്റെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ വേണ്ടി തലയണയിൽ മുഖം അമർത്തിയാണ് അവൾ കരഞ്ഞത്. ഇത്രയുമാണ് നമ്മൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന സ്റ്റോറിയുടെ പാർട്ട് 1 ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. അടുത്ത ദിവസം പ്രിൻസിപ്പൽ മാർത്തയെ തൻ്റെ ഓഫീസ് റൂമിലേക്ക് വിളിച്ചു. മാർത്തയ്ക്ക് മനസ്സിലായി എന്തിനാണ് തന്നെ അവിടെ വിളിക്കുന്നതെന്ന്. പ്രിൻസിപ്പൽ വളരെ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം മാർത്തയുടെ മുഖത്തേക്ക് നോക്കുന്നതേ ഉണ്ടായിരുന്നില്ല. മാർത്ത അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. പ്രിൻസിപ്പൽ മാർത്തയോട് പറഞ്ഞു, ഇക്കൊല്ലം മുതൽ സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ നയത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതുവരെ അത് ഫ്രീ ആയിട്ടാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇക്കൊല്ലം ബോർഡ് ഒരു തീരുമാനമെടുത്തു. ജാക്കറ്റിന് $15 കൊടുക്കണമെന്ന്. ആ ജാക്കറ്റിന് $15 കൂടുതൽ വില വരുമെന്നും. മാർത്തയ്ക്ക് $15 കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ജാക്കറ്റ് അടുത്ത കുട്ടിക്ക് കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാർത്ത സ്തംഭിച്ച് അദ്ദേഹത്തെ തുറിച്ചു നോക്കി. പ്രിൻസിപ്പൽ അവളുടെ കണ്ണിൽ നോക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മാർത്തയ്ക്കറിയാമായിരുന്നു ആരാണ് ആ അടുത്ത കുട്ടിയെന്ന്. മാർത്ത പ്രിൻസിപ്പലിനോട് പറഞ്ഞു അവൾ അവളുടെ മുത്തച്ഛനോട് സംസാരിച്ചിട്ട് പിറ്റേ ദിവസം വിവരം പറയാമെന്ന്. മാർത്ത വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ടാണ് പോയത്. വീട്ടിലെത്തിയപ്പോഴേക്കും അവളുടെ കണ്ണുകൾ ചുവന്ന് വീർത്തിരുന്നു. അവൾ മുത്തശ്ശിയോട് ചോദിച്ചു, എവിടെയാണ് മുത്തച്ഛൻ എന്ന്. മുത്തശ്ശി അവളോട് പറഞ്ഞു, വീടിനു പുറകിൽ ബീൻസ് കൃഷി ചെയ്യുന്നിടത്ത് ജോലിയിലാണെന്ന്. മാർത്ത മുത്തച്ഛനെ അവിടെ കണ്ടു. ഒരു ചെറിയ മൺവെട്ടിയെടുത്ത് കയ്യിൽ പിടിച്ച് അദ്ദേഹം പയർച്ചെടികളുടെ വരികൾക്കിടയിൽ കൂടി ഇങ്ങനെ നടക്കുകയായിരുന്നു.
അവൾ എങ്ങനെയാണ് തൻ്റെ കാര്യം മുത്തച്ഛനോട് പറയുക എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. മാർത്തയുടെ നിഴൽ കണ്ടപ്പോൾ മുത്തച്ഛൻ തല ഉയർത്തി. മാർത്ത തൻ്റെ തൊണ്ട ശരിയാക്കി കൈകൾ പിറകിലേക്കാക്കി. കാരണം അവ വിറയ്ക്കുന്നത് മുത്തച്ഛൻ കാണാതിരിക്കാൻ വേണ്ടി. മാർത്ത മുത്തച്ഛനോട് പറഞ്ഞു ഒരു വലിയ സഹായം ചെയ്യണമെന്ന്. ഇക്കൊല്ലം സ്കോളർഷിപ്പ് ജാക്കറ്റ് ഫ്രീ അല്ലെന്ന്. അതിന് $15 കൊടുക്കണം. ഞാൻ $15 കൊടുത്തില്ലെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കും. മാർത്ത ഇതെല്ലാം മുത്തച്ഛനോട് സ്പാനിഷ് ഭാഷയിൽ പറഞ്ഞു. കാരണം മുത്തച്ഛന് സ്പാനിഷ് ഭാഷയെ അറിയുള്ളൂ. മുത്തച്ഛൻ മുകളിലേക്ക് നോക്കി തുമ്പയുടെ അറ്റത്ത് താടിയും വെച്ച് നിന്നു. അദ്ദേഹം ചുറ്റുപാടും ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു, സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ അർത്ഥം എന്താണ്? മാർത്ത പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു. അതിൻ്റെ അർത്ഥം 8 കൊല്ലവും തുടർച്ചയായി ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് കൊണ്ട് അവർ എനിക്ക് തരുന്നതാണ് എന്ന് മാർത്ത പെട്ടെന്ന് തന്നെ പറഞ്ഞു. അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നീടാണ് അവൾക്ക് ബോധ്യപ്പെട്ടത്. മുത്തച്ഛൻ ഒന്നും പറയാതെ കള പറിക്കാൻ ആരംഭിച്ചു. കരഞ്ഞുകൊണ്ട് അവൾ പോകാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാർത്ത, നീ അതിന് പൈസ കൊടുത്താൽ അത് സ്കോളർഷിപ്പ് ജാക്കറ്റ് ആകില്ല അല്ലേ? പ്രിൻസിപ്പലിനോട് പറ, ഞാൻ $15 തരില്ലെന്ന്. ഇതെല്ലാം മുത്തച്ഛൻ മാർത്തയോട് പറഞ്ഞു. മാർത്ത വീട്ടിലേക്ക് തിരിച്ചുപോയി കുറേ നേരം ബാത്റൂമിൽ കയറി വാതിലടച്ചിരുന്നു. അവൾക്ക് മുത്തച്ഛനോട് ദേഷ്യം തോന്നി. അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് അവൾക്കറിയാം. പക്ഷേ അവൾക്ക് മുത്തച്ഛനോടും ബോർഡിനോടും ദേഷ്യം വന്നു. തൻ്റെ ഊഴം വന്നപ്പോൾ എന്തിനാണ് അവർ ജാക്കറ്റിൻ്റെ നയം മാറ്റിയത് എന്നൊക്കെ അവൾ സ്വന്തമായി തന്നെ പറയുകയാണ്. പിറ്റേ ദിവസം വളരെ ദുഃഖിതയായിട്ടാണ് അവൾ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ പോയത്. ഇത്തവണ അദ്ദേഹം അവളുടെ കണ്ണിൽ നോക്കി. എന്നിട്ട് മുത്തച്ഛൻ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു. മാർത്ത പറഞ്ഞു, മുത്തച്ഛൻ പൈസ തരില്ലെന്ന് പറഞ്ഞു എന്ന്. പ്രിൻസിപ്പൽ എന്തോ പിറുപിറുത്തു. ജനലിൻ്റെ അടുത്തു പോയി അദ്ദേഹം പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നു. അദ്ദേഹം നല്ല ഉയരമുള്ള ആളായിരുന്നു. മെലിഞ്ഞയാളും ശക്തനുമായിരുന്നു. തലമുടി നരച്ചിരുന്നു. അവസാനം പ്രിൻസിപ്പൽ ചോദിച്ചു, എന്താണ് നിന്റെ മുത്തച്ഛൻ പൈസ തരാത്തത്? അയാൾക്ക് 200 ഏക്കർ കൃഷിയുണ്ടല്ലോ. മാർത്ത അദ്ദേഹത്തിൻ്റെ മുഖത്തു നോക്കി. കണ്ണു നനയാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു. എന്നിട്ട് മുത്തച്ഛൻ പറഞ്ഞ കാരണം അദ്ദേഹത്തോട് പറഞ്ഞു. താൻ ആ ജാക്കറ്റിന് പൈസ കൊടുത്താൽ അത് സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവില്ല എന്ന്. മാർത്ത കൂട്ടിച്ചേർത്തു, ആ ജാക്കറ്റ് ജോവാനെ കൊടുത്തോളൂ എന്ന്. മാർത്തയുടെ വായിൽ നിന്നും പെട്ടെന്ന് ചാടിയ വാക്കുകളായിരുന്നു അവ. വാതിലിൻ്റെ അടുത്തെത്തിയപ്പോൾ പ്രിൻസിപ്പൽ അവളെ വിളിച്ചു. മാർത്ത, നിൽക്കൂ. മാർത്ത തിരിഞ്ഞു നോക്കി. അവൾ ചിന്തിച്ചു ഇനി അദ്ദേഹത്തിന് എന്താണ് വേണ്ടതെന്ന്. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. പ്രിൻസിപ്പൽ ഉറക്കെ നെടുവീർപ്പിട്ടു. എന്നിട്ട് ഡെസ്കിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം മാർത്തയോട് പറഞ്ഞു, ഇക്കൊല്ലം പുതിയ നയം നടപ്പാക്കുകയില്ലെന്നും ജാക്കറ്റ് അവൾക്ക് തന്നെ തരുമെന്നും. മാർത്തയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ചെവികളെ അവൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. അവൾ പ്രിൻസിപ്പലിനോട് നന്ദി പറഞ്ഞു. അവൾക്ക് വളരെ സന്തോഷമായി. അവൾക്ക് ഒച്ചയെടുക്കാനും ചാടാനും ഓടാനും എല്ലാം തോന്നി. അവൾ ഹാളിലേക്ക് ഓടി. അവിടെ ഒറ്റയ്ക്ക് കരയാൻ. കാരണം അവിടെ ആരും കാണില്ല. ആ ദിവസത്തിൻ്റെ അവസാനം മിസ്റ്റർ സ്മിത്ത് അവളെ കണ്ടു. കണ്ണടച്ചു കാണിച്ച് അവളോട് പറഞ്ഞു അവൾക്ക് ജാക്കറ്റ് തരുന്ന കാര്യം അദ്ദേഹം അറിഞ്ഞെന്ന്. അദ്ദേഹത്തിൻ്റെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. അവൾ ഓടിച്ചെന്ന് മിസ്റ്റർ സ്മിത്തിനെ കെട്ടിപ്പിടിച്ചു. അവൾ ബസ്സിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ കരയുകയായിരുന്നു. ഇത്തവണ സന്തോഷത്തിൻ്റെ കണ്ണുനീരായിരുന്നു. അവൾ ഓടി മുത്തച്ഛനെ കാണാൻ കൃഷിയിടത്തേക്ക്. അവൾ
മുത്തച്ഛൻ്റെ കൂടെ കൂടി കള പറിക്കാൻ തുടങ്ങി. കുറച്ചു നേരം അവർ ഒന്നും മിണ്ടാതെ ജോലി തുടർന്നു. എന്തു സംഭവിച്ചെന്ന് അദ്ദേഹം ചോദിച്ചില്ല. കുറച്ചു കഴിഞ്ഞവൾ മുത്തച്ഛനെ നോക്കി, എന്നിട്ട് കാര്യം പറഞ്ഞു. മുത്തച്ഛൻ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം അവളുടെ തോളിൽ തട്ടി ചെറുതായി ചിരിച്ചു. എന്നിട്ട് തൻ്റെ പോക്കറ്റിൽ വിയർപ്പ് തുടയ്ക്കാൻ എപ്പോഴും കരുതിയിരുന്ന തുവാല ഉപയോഗിച്ച് വിയർപ്പ് തുടച്ചു. അതിനുശേഷം മാർത്തയോട് പറഞ്ഞു, മുത്തശ്ശിക്ക് വൈകുന്നേരത്തെ ഭക്ഷണം ശരിയാക്കാൻ എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കാൻ. അവൾ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. അദ്ദേഹം തന്നെ ചതിച്ചില്ല. സന്തോഷത്തോടു കൂടി ഒരു ചെറിയ ചൂളം വിളിയോടെ അവൾ വീട്ടിലേക്ക് തിരിച്ചോടി. ഇതോടുകൂടി ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു.